മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തും ബാബുദേയും കൃഷ്ണമോളും എല്ലാവരും കൂടെ വന്ന് വായിച്ചെടുത്ത് സംസാരിക്കുകയാണ്. അമ്മേ, ഇങ്ങനെ എന്നും ഈ വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റത്തില്ല. നമ്മളെ ഇറക്കി വിടാൻ പറ്റാത്തതുകൊണ്ടാണ് അവരൊന്നും മിണ്ടായിരിക്കുന്നത്. ഇറങ്ങിപ്പോവെന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് മാത്രമാണ് അവരൊന്നും പറയാത്തതെന്ന് ബബിത പറയുകയാണ്. അപ്പം വൈജ പറയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട എന്ന് പറയാണ്. ആരും എന്നോടൊന്നും പറയത്തില്ലെന്ന് വൈജ പറയാണ്. അപ്പം ബബിത പറയാണ്, കമലാൻറ്റി പറയും, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, കമലാൻറ്റി പറയും ഇറങ്ങിപ്പോകാൻ, ഇനി വരട്ടെ എന്നോട് പറയാൻ, അന്നേരം ഞാൻ അതിന് വേണ്ടുന്ന മറുപടി പറഞ്ഞോളാം എന്ന് വൈജ പറയുകയാണ്. അമ്മയ്ക്ക് വാശിയും വൈരാഗ്യവും ഒന്ന് അടക്കി വെച്ചൂടെ എന്ന് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുകയാണ്. അപ്പം പിന്നെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയാനെങ്കിൽ വരട്ടെ, അന്നേരം ഞാൻ വേണ്ടുന്ന മറുപടി കൊടുത്താണെന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, എന്തായാലും അമ്മയും അലീന ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അലീന ചേച്ചി ഇവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങനെ ദേഷ്യം നോക്കുകയാണ് വൈജ. അവളോട് ഞാൻ എന്ത് പറഞ്ഞു തീർക്കാനാണ്, എനിക്ക് അവളോടൊന്നും പറയാനില്ല, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ലെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ പൊക്കോളാം അവിടെ നിന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, നിൻ്റെ വാക്ക് ആര് വിശ്വസിക്കുന്നത്? നീ പല വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോകാമെന്ന്, ആ വാക്ക് ഞാൻ ഇനി വിശ്വസിക്കത്തില്ല. ഒരു ഡസൻ തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോകാമെന്ന്. നിൻ്റെ വാക്ക് പതുക്കെ കൊണ്ട് പിന്നങ്ങ് മാറ്. ഇനി ഞാൻ ആ വാക്ക് വിശ്വസിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. നീ വെറും പെരും കള്ളിയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു സംസ്കാരവും ഇല്ലാതെ വെറുതെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയാണ്. വൈജി ചോദിക്കുകയാണ്, നീയൊക്കെ എന്നെ സംസ്കാരം പഠിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, ഒരു 3-4 ദിവസം അത്രയും കൂടെ മതി, ഞാൻ പൊക്കോളാം മേഡം, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, നിൻ്റെ ഉദ്ദേശമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് വൈജ പറയാണ്. നീ ആ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറയാണ്. നിന്നോട്ട് ഞാൻ വിശ്വസിക്കത്തുമില്ല, നീ കള്ളിയാന്ന് വീണ്ടും പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കാൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അലീന പറയാണ്, നമ്മളെ ഒരാൾ കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങത്തില്ല എന്ന് പറയുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് അലീന പറയുന്നത്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒന്ന് മിണ്ടായിരുന്നൂടെ, എപ്പോഴും എന്തിനു ഈ അലീന ചേച്ചി ഇങ്ങനെ കുറ്റം പറയുന്നത്? ചേച്ചി എന്ത് ചെയ്തെന്ന് കൃഷ്ണമോള് ചോദിക്കുന്നത്. അപ്പോൾ വൈജ പറയാണ്, ഓ, അവൾ എന്ത് ചെയ്തെന്ന് നിനക്കൊന്നും അറിഞ്ഞൂടാ. ആ വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നിട്ട് ഇപ്പം ആ വീട്ടിലെ ഒട്ടകത്തിന് ഇടം കൊടുത്ത അവസ്ഥയാണ്, ഞാൻ പുറത്തും അവൾ അകത്തും എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മ വീട്ടിലേക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അലീന ചേച്ചിയാണെന്ന് പറയുകയാണ്. അമ്മ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രോഹിത്ത് പറഞ്ഞിട്ട് വൈജ ഒരു തരത്തിലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല, നിങ്ങളിവിടെ നിന്ന് വെറുതെ സ്കൂളും ക്ലാസ്സിലൊക്കെ പോവാതിരിക്കുന്നത് മാത്രം മിച്ചം, ഞാൻ വരത്തില്ല എന്ന് ഉറച്ച തീരുമാനം തന്നെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് സങ്കടപ്പെട്ടു പോവാണ്. വൈജയുടെ വാശിയിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ പുറത്ത് വരുന്ന എല്ലാവരും കൂടെ വീണ്ടും ആലോചിക്കുകയാണ്. അന്ന് മനുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ലെന്ന് എനിക്കറിയാം, ആൻറ്റി അത്രയ്ക്ക് വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, ഇനി മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറയുകയാണ്. അപ്പം ബബിത പറയാണ്, എന്തായാലും അമ്മ അലീന ചേച്ചി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഒരാളെ ആ വീട്ടിൽ പറ്റത്തോളം അമ്മ പറയുന്നതെന്ന് എൻ്റെ അടുത്ത് ബബിത പറയാണ്. അപ്പം അലീന പറയാണ്, മാഡത്തിൻ്റെ ഉറച്ച തീരുമാനം മനുവേട്ട, ആരെങ്കിലും ഒരാൾ മാത്രമേ ആ വീട്ടിലുണ്ടാവൂ, അപ്പോൾ ഞാൻ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമോയെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് പോകും, വന്നതുപോലെ തന്നെ പോകുമെന്ന് അലീന പറയുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ അങ്ങ് പോവുകയാണ്. അങ്ങനെ ബബിത പറയാണ്, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാൻ രോഹിത്തിനോട്. അപ്പം രോഹിത്തും പറയുന്നുണ്ട്, അത് തന്നെ, അമ്മയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല, നമ്മളിവിടെ കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ കമല ആൻറ്റി ചിലപ്പം നമ്മളിവിടുന്ന് അടിച്ചിറക്കും, മുഷിഞ്ഞ് സംസാരിക്കും, അതിനൊക്കെ നല്ലത് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് രോഹിത്ത് പറയുകയാണ്. പിന്നെ അമ്മയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെന്ന് അമ്മ തന്നെ അറിയിച്ച്, ഇനി അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയാലേ അമ്മ വരത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം, അമ്മയുടെ തീരുമാനം മാറുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കാൻ വേണ്ട എന്ന് പറയുകയാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് ബബിതയും ചോദിക്കുന്നുണ്ട്, അതല്ലേ മനുവേട്ടൻ നല്ലതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, നിങ്ങളിവിടുന്ന് പോകണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ വൈജാൻറ്റിയുടെ തീരുമാനം അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാം തിരിച്ച് നെടുമ്പുരയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച്, കാരണം വൈജയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പം അലീന ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് പോകണം, എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോയാലേ മാഡം തിരിച്ചു വരത്തുള്ളൂ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീന പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും വീട്ടിലേക്ക് വരികയാണ്. നല്ല സങ്കടത്തോടെയാണ് എല്ലാവരും വണ്ടിയിലിരിക്കുന്നത്. നല്ല വിഷമമുണ്ട്, കാരണം അവർ പ്രതീക്ഷിച്ച പോലെ വൈജയെ കൊണ്ടുവരാൻ പറ്റിയില്ല.
പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്തുള്ളൂ. അതുകൊണ്ട് നല്ല സങ്കടത്തോടെയാണ് വരുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയെ കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്, പക്ഷേ അമ്മ വരത്തില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അമ്മ അലീന ചേച്ചി ഉണ്ടായതുകൊണ്ട് ആ വീട്ടിലേക്ക് വരത്തില്ലെന്ന് തന്നെ വാശി പിടിച്ചിരിക്കുകയാണ്, പിന്നെ നമ്മളെന്താ ചെയ്യാനാ ചേച്ചി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് അലീന പറയുന്നുണ്ട്, ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ഞാൻ ആ വീട്ടിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ മാഡം വരുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ തീരുമാനമെടുത്ത് ഞാൻ ഉടനെ തന്നെ അവിടുന്ന് പോകുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിനും കൃഷ്ണമോൾക്കും അതേപോലെ തന്നെ ബബിതയ്ക്കൊക്കെ നല്ല വിഷമമാവുന്നുണ്ട്. ബബിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിഷമമാവുന്നുണ്ടത്. അങ്ങനെ അവരെല്ലാവരും കൂടെ നെടുമ്പുരയിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ സിറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കാർ കൊണ്ട് നിർത്തുമ്പോൾ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് നിൽക്കുമ്പം തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തോ പറ്റി, പോയതുപോലെ തന്നെ ആണല്ലോ തിരിച്ചു വന്നേക്കുന്നത്, പോയ കാര്യം നടന്നില്ലേ, നിങ്ങളുടെ അമ്മ വരാൻ കൂട്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, അമ്മ വരത്തില്ലെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, അവൾ വരണ്ട, അവൾ അവിടെ കാണാൻ നിൽക്കട്ടെ എന്ന് പറയാണ്. അപ്പം ബബിത വീണ്ടും പറയുന്നുണ്ട്, അമ്മ വാശി പിടിച്ച് നിൽക്കുകയാണ്, വരത്തില്ലെന്ന്. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ മാത്രമേ അമ്മ വരത്തുള്ളെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. പലതും പറഞ്ഞു നോക്കി, അമ്മ കേൾക്കാൻ തയ്യാറല്ലെന്ന് ബബിത പറയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയുകയാണ്, അവൾ അവിടെ കാണാൻ നിൽക്കട്ടെ, ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, ആ സമാധാനം കൂടുതൽ കാലം നിലനിൽക്കത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് അലീനയെ നോക്കുന്നുണ്ട്. അപ്പം ബബിത പറയാണ്, ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്, അത് അമ്മയോടും ഞങ്ങളോടും ഒക്കെ പറഞ്ഞ് ഉടനെ തന്നെ ചേച്ചി പോകുമെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ആകപ്പാടെ വിഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ്. ബാലചന്ദ്രൻ അലീന പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ഉടനെ പോകും, ആ തീരുമാനം എടുത്ത കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ സങ്കടത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിഷമമുണ്ട്. അലീനയാണെങ്കിൽ അങ്ങനെ അകത്ത് പോയി മുറി പോയിരുന്ന് ആലോചിക്കുകയാണ് വൈജയുടെ തീരുമാനം. ഇവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള വൈജയുടെ തീരുമാനം ഇങ്ങനെ സങ്കടത്തോടെ ആലോചിക്കുകയാണ്. അങ്ങനെ അലീന ഉറച്ച തീരുമാനം എടുക്കുകയാണ്, ആ വീട്ടിൽ നിന്ന് പോകണം, ആ വീട്ടിൽ നിന്ന് പോയാലേ രോഹിത്തിനും കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അവരുടെ അമ്മയെ കിട്ടത്തോളം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് അലീന. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ നല്ല സങ്കടത്തിലാണ്. കാരണം അലീന ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ സമയത്തൊക്കെ രോഹിത്ത് ആലോചിക്കുന്നത് അന്ന് മാനേജർ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അലീന ചേച്ചി പറഞ്ഞ കാര്യമാണ്, ബാലചന്ദ്രൻ എൻ്റെ അച്ഛനല്ല, അതുപോലെ തന്നെ ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാവുന്ന. അങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷനിലാണ് രോഹിത്തിനാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനൊന്നും ഒരു ഉത്തരവും കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അലീന ചേച്ചി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആകപ്പാടെ സങ്കടമാണ് രോഹിത്തിന്. മാത്രമല്ല, ഞാൻ നേരത്തെ സുഖമില്ലായിരുന്നപ്പം അലീന ചേച്ചി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ ചേച്ചിയാണ്, നീ വിശ്വസിക്കുക, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്താനൊക്കെ പറഞ്ഞ കാര്യം രോഹിത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. രോഹിത്തിനങ്ങനെ ആകപ്പാടെ വട്ട് പിടിക്കുന്നുണ്ട്. കാരണം അലീന തന്നെ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന്. അങ്ങനെ ആകപ്പാടെ ടെൻഷൻ ഇരിക്കുകയാണ്. എന്തായാലും അലീനയുടെ തന്നെ സംസാരിക്കാൻ രോഹിത്ത് വിചാരിക്കുകയാണ്. അങ്ങനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അലീനയെ കാണുന്നുണ്ട്. അലീനയാണെങ്കിൽ രാവിലെ എണീച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരികയാണ്. അപ്പോൾ ഉടനെ നേരെ രോഹിത്താണെങ്കിൽ അലീനയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. ചേച്ചി, എനിക്ക് ചേച്ചിയെടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങനെ നോക്കുവാണ്, എന്താ നിനക്ക് എന്നോട് എന്താടാ ചോദിക്കാനുള്ളത്, എന്താ ഒരു മുഖവരയൊക്കെ, ഏയ് ഞാനൊരു കാര്യം ചോദിച്ച ചേച്ചി എന്നോട് സത്യം മാത്രമേ പറയാവൂ എന്ന് രോഹിത്ത് പറയാണ്. നീ ചോദ്യയിൽ ഞാൻ പറയാം എന്ന് അലീന പറയുന്നുണ്ട്. അന്ന് മാനേജർ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ചേച്ചി പറഞ്ഞായിരുന്നു ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു, അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. മാത്രവുമല്ല, അന്ന് ചേച്ചി പറഞ്ഞായിരുന്നു ചേച്ചിയുടെ അച്ഛനെയും അമ്മയും ചേച്ചിക്കറിയാം, ചേച്ചി അത് ചുമ്മാതെ പറഞ്ഞതാണോ, എന്താ സത്യം, എനിക്കറിയണമെന്ന് രോഹിത്ത് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ആകപ്പാടെ വിഷമിക്കുന്നുണ്ട്. ചേച്ചി അന്ന് പറഞ്ഞത് മാനേജർ അച്ഛൻ്റെ മുമ്പിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചേച്ചി എന്നോട് സത്യം പറയണമെന്ന് വീണ്ടും രോഹിത്ത് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഭയങ്കര വിഷമിച്ചിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ചേച്ചി എന്നോട് പറ എന്ന് പറയാമെന്ന്, ചേച്ചി കള്ളം പറഞ്ഞതാണോ അന്ന് മാനേജർ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്ത് ഞെട്ടുന്നുണ്ട്. അച്ഛൻ്റെ മുന്നിൽ ഞാൻ അന്ന് മാനേജർ അച്ഛൻ്റെ മുന്നിൽ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്ത് നല്ല വിഷമത്തോടെ ചോദിക്കുകയാണ്, ചേച്ചി എന്നല്ലേ എന്നോട് പറഞ്ഞത് അന്ന് സുഖമില്ലായിരുന്നപ്പം എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണെന്ന്. മാത്രമല്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് നോക്കാനും ചേച്ചി പറഞ്ഞു, എന്നിട്ട് എന്താ ചേച്ചി ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പം അലീന ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് എന്താ ഇപ്പം അറിയേണ്ടത്, അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി അല്ലയോ എന്ന് വീണ്ടും രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്, നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടോയെന്നല്ലേ നിനക്കറിയേണ്ടത്, ഉണ്ട്, നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത്ത് ആകെപ്പാടെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അലീന ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് പറയാണ്, നമ്മൾ തമ്മിൽ
ബ്ലഡ് റിലേഷനുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ എൻ്റെ അച്ഛനല്ല, ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല ഞാൻ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിന് ഒന്നും മനസ്സിലാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം രോഹിത്ത് എല്ലാ സത്യങ്ങളും അറിയുകയാണ്. അലീനയുടെ അച്ഛൻ ബാലചന്ദ്രൻ മേനോനല്ല, പക്ഷേ രോഹിത്തിൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണെന്ന് അലീന രോഹിത്തിനോട് നേരിട്ട് തന്നെ പറയുകയാണ്. അങ്ങനെ എല്ലാ സത്യങ്ങളും രോഹിത്ത് അറിയുകയാണ്.